എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന രുക്മിണി സ്വയംവരമാണ്. അങ്ങനെ ബലഭദ്രസ്വാമിയുടെ വിവാഹത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു, രാവിലെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാത്തവർ കേൾക്കുക. ഇനി രുക്മിണി സ്വയംവരത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പണ്ട് വിദർഭ രാജ്യത്ത് ഭീഷ്മകൻ എന്നൊരു രാജ ഉണ്ടായിരുന്നു. വിദർഭയുടെ തലസ്ഥാനമാണ് കുണ്ടിന എന്ന സ്ഥലമാണ് വിദർഭ രാജ്യത്തിൻ്റെ തലസ്ഥാനം. അവിടെ ഭീഷ്മകൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടായിരുന്നു. ആർക്ക്? ഭീഷ്മകന് 5 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടായിരുന്നു. ഈ 5 പുത്രന്മാരിൽ മൂത്ത പുത്രൻ്റെ പേരാണ് രുഗ്മി. മൂത്ത പുത്രൻ്റെ പേര് രുഗ്മി. ഒരേ ഒരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയുടെ പേരാണ് രുഗ്മിണി. ഈ രുഗ്മിണിയും തമ്മിൽ നമ്മൾക്ക് പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്ന് വരും. ഈ രുഗ്മിണിക്കും വളരെയധികം പരസ്പരം സ്നേഹമുണ്ടായിരുന്നു. അതായത് രുഗ്മിണി അദ്ദേഹത്തിൻ്റെ ജീവിതമായി സ്നേഹിച്ചിരുന്നു സ്വന്തം സഹോദരിയെ. അത്രയധികം സുന്ദരിയായിരുന്നു അവൾ. സൽസ്വഭാവിയായിരുന്നു, സുന്ദരിയായിരുന്നു. അപ്പോൾ തൻ്റെ സഹോദരിക്ക് ഉത്തമനായ ശ്രേഷ്ഠനായ ഒരു വരനെ കിട്ടണം എന്ന് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടുവരുന്നു. അപ്പോൾ ഭീഷ്മകനും അതുപോലെ വിചാരിച്ചു, മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കിട്ടണം എന്ന്. ആ സമയത്ത് കൃഷ്ണൻ്റെ ഭംഗിയെപ്പറ്റിയും രൂപലാവണ്യത്തെപ്പറ്റിയും പരാക്രമങ്ങളെപ്പറ്റിയും കുട്ടിക്കാലത്ത് അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ലോകം മുഴുക്ക പരന്നു കഴിഞ്ഞിരുന്നു. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്താണത്. അപ്പോൾ ഭീഷ്മൻ വിചാരിച്ചു, തൻ്റെ മകൾക്ക് ഉത്തമനായ ശ്രേഷ്ഠനായ ഭർത്താവ് കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു. സ്വന്തം ഭാര്യയോടും ഇത് പങ്കുവച്ചു. രുക്മിണി ഈ വിവരം അറിഞ്ഞു. രുക്മിണിക്കും കുട്ടിക്കാലം മുതൽക്കേ കൃഷ്ണനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം കൂട്ടുകാരികളിൽ നിന്നും പലരിൽ നിന്നും കിട്ടിയതുകൊണ്ട് രുക്മിണിക്ക് സദാ കൃഷ്ണനെ ആയിരുന്നു മനസ്സിൽ വിചാരം. ഈ കൃഷ്ണനെ തന്നെ എനിക്ക് വിവാഹം കഴിച്ചു കിട്ടണം എന്ന്. എന്നാൽ രുക്മിണിക്കാണെങ്കിൽ നേരെ വിപരീതമാണ്. അദ്ദേഹം എന്ത് വിചാരിച്ചറിയോ? അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെയാണ് സഹോദരിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരു വശത്തെ ഒരു സത്യം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം ദുഷ്ടന്മാരായ രാജാക്കന്മാരായിരുന്നു. ആരൊക്കെയാണ്? ജരാസന്ധൻ ഒന്ന്, ദമഘോഷൻ്റെ പുത്രൻ ശിശുപാലൻ, ദന്തവക്ത്രൻ, ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്. അതിൽ ശിശുപാലൻ വളരെയധികം കൂട്ടുകാരനായിരുന്നു. അത് രുക്മിണിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഒരായിരുന്നു ശിശുപാലൻ. അപ്പോൾ ഈ രുക്മിണിക്ക് ശിശുപാലനെ കൊണ്ട് തൻ്റെ സഹോദരിയെ വിവാഹം കഴിപ്പിക്കണം എന്നൊരാഗ്രഹം. ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പോൾ രുക്മിണി ശിശുപാലനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ, രുക്മിണി തൻ്റെ സഹോദരനായ രുക്മിണിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വെറുതെ ഇരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ശത്രുവാണ് കൃഷ്ണൻ. കൃഷ്ണനെ കണ്ടുകൂടാ. കാരണം ജരാസന്ധ യുദ്ധത്തിൽ ഇദ്ദേഹം അയാളെ സഹായിച്ചാണ്. അപ്പോൾ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ രുക്മിണി ഇങ്ങനെ വേദനപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി പറഞ്ഞു, എനിക്കിങ്ങനെ കൃഷ്ണനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹം. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും വിവാഹം ചെയ്യാൻ ഉള്ള ഇവിടെ വന്ന് എന്നെ വിവാഹം ചെയ്യണമെന്ന് കൃഷ്ണനോട് പറയണമെന്ന് പറഞ്ഞ് ഒരു ബ്രാഹ്മണനോട് ദൂത് പറഞ്ഞയച്ചു, ആരും അറിയാതെ. ബ്രാഹ്മണൻ പറഞ്ഞു, ആ കാര്യം ഞാൻ ഏറ്റു, ഞാൻ അവിടെ പോയി പറഞ്ഞോളാം, നിങ്ങളതിനെപ്പറ്റി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ ദ്വാരകയിൽ പോയി കൃഷ്ണനോട് ഈ വിവരം പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണനും ഇവളുടെ രൂപലാവണ്യങ്ങളെപ്പറ്റി അറിഞ്ഞിരുന്നു. പലരും മുഖാന്തരം അറിഞ്ഞിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ മാതാപിതാക്കൾക്കും ഈ കുട്ടിയെ വിവാഹം കഴിച്ചാൽ, രുക്മിണിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അത് അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ബ്രാഹ്മണനോട് കൃഷ്ണൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ വഴിയുണ്ടാക്കാം, ഞാൻ തീർച്ചയായും
രുക്മിണിയെ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അപ്പം തന്നെ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് രഥത്തിൽ കയറി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. വിദർഭ രാജ്യത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ രാത്രിയായി. അപ്പോൾ ഈ ഭീഷ്മകൻ ഈ വിവരം അറിഞ്ഞ ഉടനെ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേറൊരു മുറി കൊടുത്തു. പക്ഷേ ഈ വിവരമൊന്നും രുക്മി അറിയില്ല. അങ്ങനെയാണ്. പിറ്റേ ദിവസം രാവിലെ വിവാഹമാണ്. എല്ലാ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട്, പ്രഗത്ഭന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. എന്താ ഇദ്ദേഹം ഒട്ടും മോശമുള്ള ആളൊന്നും അല്ല. അങ്ങനെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി സ്വയംവര പന്തലിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ രുക്മിണി വ്യസനിച്ചുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രദർശനം ദുർഗാദേവി പ്രാർത്ഥിച്ചു. ഈശ്വര, എനിക്ക് ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഭർത്താവ് തന്നെ എനിക്ക് കിട്ടണമല്ലോ എന്ന് ആഗ്രഹിച്ച് പുറത്തു വന്നു. കല്യാണ മണ്ഡപമൊക്കെ ആയി. അവിടെ രുക്മിണി വേഷം കൊണ്ട് കണ്ടു വരുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ അവിടെ തേരും കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണൻ ഒറ്റയ്ക്ക് പോയി എന്ന വിവരം അറിഞ്ഞ സമയത്ത് ബലഭദ്രസ്വാമി ഉടനെ തൻ്റെ പട്ടാളവും ആയുധങ്ങളും ഏന്തി പിന്നാലെ വിദർഭയ്ക്ക് പോയി. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ഇവിടെ കൃഷ്ണൻ രുക്മിണി വന്ന സമയത്ത് ഉടനെ തേരിൽ കയറ്റി യാത്രയായി. ഇത് കണ്ട സമയത്ത് രുക്മിണിക്കും മറ്റ് രാജാക്കന്മാരൊക്കെ ഭയങ്കര ദേഷ്യം വന്നു. ഒരു പെൺകുട്ടിയെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കടത്തിക്കൊണ്ട് പോവുക, അതിനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ പിന്തുടർന്ന് യുദ്ധങ്ങളൊക്കെ ചെയ്തു. അതിലെല്ലാവരും തോറ്റു. പല രാജാക്കന്മാരും പിൻവലിച്ചു പോയി. രുക്മി മാത്രം പോയില്ല. അപ്പോൾ രുക്മിയെ ശ്രീകൃഷ്ണൻ ബന്ധിച്ച് കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് ബലരാമൻ പറഞ്ഞു, അരുത്, ചെയ്യരുത്, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഒന്നുമില്ലെങ്കിൽ രുക്മിണിയുടെ സഹോദരൻ എന്ന സ്ഥാനം കൂടിയുണ്ട് അദ്ദേഹത്തിന് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ ഇഷ്ടാനുസരണം ശ്രീകൃഷ്ണൻ ഉടനെ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന് കട്ടിങ്ങും, അതായത് ഷേവിങ്ങും മീശയും താടിയൊക്കെ പകുതിയൊക്കെ പിടിച്ച് അപമാനിച്ച് അങ്ങനെ ബന്ധനസ്ഥത്തിൽ നിന്ന് കെട്ടിയിട്ടെന്നു വിട്ടു. ശിശുപാലൻ എന്ത് ചെയ്തു? ശിശുപാലൻ പേടിച്ചോടി. ശിശുപാലന് അന്ന് തുടങ്ങിയതാണ് കൃഷ്ണൻ്റെ പേരിലുള്ള ദേഷ്യം. അന്ന് തുടങ്ങിയതാണ്. അങ്ങനെ രുക്മിണിയെ ഇവരെ കൊണ്ടുവന്നു. അപ്പോൾ രുക്മി എന്ത് ചെയ്തു? അതിനു മുമ്പ് കൃഷ്ണനെ ഞാൻ വധിക്കാതെ ഇനി കുണ്ഠിനത്തിന് തിരിച്ചു പോവില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് അമ്പുമില്ല വെള്ളത്തിനാണ് കൃഷ്ണനോട് യുദ്ധത്തിന് പോയത്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം തോറ്റ സമയത്ത് ഇനി എങ്ങനെ രാജ്യത്തേക്ക് മടങ്ങും എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തിച്ചോ, ഭോജകട, അതായത് വിദർഭ രാജ്യത്തിൻ്റെ മറ്റൊരു സ്ഥലത്താണ് ഭോജകട എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ രാജ്യത്ത് പലതും സ്ഥലങ്ങളുണ്ടല്ലോ, ഓരോ സ്ഥലത്തിൻ്റെ ഓരോ പേരല്ലേ. അതുപോലെ ഭോജകട എന്നൊരു സ്ഥലത്ത് അദ്ദേഹം ഒരു കൊട്ടാരം നിർമ്മിച്ച് അവിടെ താമസിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതോടുകൂടി കൃഷ്ണനോടുള്ള വൈരാഗ്യം തീർന്നു. ആ സമയത്ത് വൈരാഗ്യം തീർന്നു. പിന്നെ ഒരു സന്ദർഭത്തിലാണ് വീണ്ടും വൈരാഗ്യം വരുന്നത്. അപ്പം ഞാൻ ഈ ശിശുപാലൻ ആരാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ പുത്രനാണ്. അച്ഛൻ 5 സഹോദരിമാരുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം പറയാൻ പോകണ്ടേ. ഇനി യുദ്ധം വരുന്ന സമയത്ത് വീണ്ടും പറയേണ്ടി വരും. അതാണ് ശിശുപാലൻ ആരാണെന്ന് ഞാൻ എടുത്തു പറയാൻ, ദന്തഭക്തൻ ആരാണ്, ശിശുപാലൻ ആരാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ കാരണം ഇപ്പോഴും പറയുന്നുണ്ട്. അടുത്തെല്ലാം ശിശുപാല വധത്തിൻ്റെ സമയത്തും ഞാൻ വീണ്ടും പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ സപ്താഹം കഴിയും, ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ അടുത്ത വർഷം ഉണ്ടാവുമോ ഇല്ലയോ അതും പറയാൻ പറ്റില്ല. ഏതെങ്കിലും വേദിയിൽ പോയാൽ ശ്രദ്ധിക്കും. ഇതൊന്നും ആരും ശ്രദ്ധിച്ചൊന്നുമില്ല, ഓർമ്മ വെക്കാനും പറ്റില്ല. അതാരുടെയും തെറ്റുമല്ല. അതുകൊണ്ടാണ് ഓരോ സമയത്തും ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു തന്നെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോകുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അന്നത്തെ കാലത്താണെങ്കിൽ പുസ്തകം നോക്കണം എന്ന് വരും. ഇപ്പോൾ അത് വേണ്ട, തൽക്കാലം ഇതൊന്ന് അമർത്തിയാൽ മതി. ആരാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് റെഫറൻസ് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇവരെ സ്വയംവരം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എപ്പിസോഡിലേക്ക് വീണ്ടും കിടക്കാം. ഞാൻ വൃത്തിയായും മറ്റു കാര്യങ്ങളും കേട്ടതിന് വളരെ സന്തോഷം. ക്ഷമയോടുകൂടി കേട്ടതിന് നിങ്ങളെല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നമസ്കാരം.